الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوة والأخوات أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവ്വലോകരക്ഷിതാവായ കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ സമ്പൂർണ്ണ മതമായ ദീനുൽ ഇസ്ലാമിനെ മനസ്സിലാക്കി പഠിച്ച് പ്രവർത്തിച്ച് അവന്റെ സ്വർഗലോകത്തിന് വേണ്ടി അധ്വാനിക്കാൻ ഓരോരുത്തരും ആത്മാർത്ഥമായി പരിശ്രമിക്കണമെന്ന് ആമുഖമായി എന്നെയും തുടർന്ന് നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏറ്റവും ഖൈറായ, ഏറ്റവും നല്ല നന്മയിലൂടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന തഖ്വയുള്ള ജീവിതം നമുക്കെല്ലാം നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഓരോ വെള്ളിയാഴ്ച ദിവസങ്ങളിലും പള്ളിയിൽ പോകേണ്ടവരാണ് വിശ്വാസികൾ എന്ന നിലക്ക് അവിടെ എത്തുമ്പോഴുണ്ടാകേണ്ടുന്ന അദബുകൾ നമ്മളെല്ലാം പഠിച്ചിരിക്കണം. മുൻപിലെ സഫുകൾ പൂർത്തിയാക്കണം. മുൻപിലേക്ക് കയറിയിരുന്ന് അതിലാദ്യത്തെ സഫുകൾ കിട്ടാൻ വേണ്ടി മത്സരിക്കണം. മൊബൈൽ ഫോണുകൾ ഈ ഒരു ഖുത്ബയുടെ നടക്കുന്നതിനിടയിൽ പോലും ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നവർ, മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നവർ പോലും ഉണ്ടെന്ന് പറയുന്നത് ഇനിയും ഒരു ജുമാക്ക് പങ്കെടുക്കുന്നതിന്റെ അദബ് പഠിക്കാത്തതിന്റെ പ്രശ്നമായിരിക്കും. അതുകൊണ്ട് ഇനിയെങ്കിലും നമ്മളൊരു തിരിച്ചറിവുള്ള, ബോധമുള്ള, തെളിഞ്ഞ മനസ്സുമായി ഓരോ ജുമാകളെയും ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുക. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഉഹദ് യുദ്ധത്തിന്റെ ഒരു വല്ലാത്ത വേദനയോടെ ജീവിക്കുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. ഇസ്ലാമിക ലോകത്ത് അറിയപ്പെടുന്ന ചരിത്ര സംഭവങ്ങൾക്കിടയിൽ ഏറെ പരിചയമുള്ള ഒരു മേഖലയായിരിക്കും ഏതൊരു ചരിത്ര ഗ്രന്ഥവും വായിച്ചാൽ പൊട്ടിക്കരഞ്ഞു പോകുന്ന ഉഹദ് യുദ്ധത്തിന്റെ ചരിത്രം. 70-ലധികം വരുന്ന മുസ്ലിമീങ്ങൾ, പ്രിയപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവനായി മാറിയിരുന്ന സ്വഹാബിമാരെ നഷ്ടപ്പെട്ട യുദ്ധമാണ് ഉഹദ്. അങ്ങനെ അവിടെ യുദ്ധം അവസാനിച്ചു. ഉഹദിൽ ഷഹീദായ ആളുകളെ മറവ് ചെയ്യണം. അപ്പോ അതിനുവേണ്ടി കബറുകൾ കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അഥവാ ഒരുമിച്ചുള്ള കബറാണ് ശരിയാക്കിക്കൊണ്ടിരിക്കുന്നത്. ചിലപ്പോ ചില ആളുകളെ ഖബറടക്കുന്നതിന് മുമ്പ് അവരെ കുളിപ്പിക്കാൻ ഇല്ല, മയ്യിത്ത് നമസ്കാരം ഇനിയില്ല, ഉള്ള വസ്ത്രത്തിൽ പൊതിഞ്ഞ് മറവ് ചെയ്യലാണ് ശുഹദാക്കന്മാരെ. പക്ഷേ ചില ആളുകളെ പൂർണ്ണമായി മറക്കാനുള്ള വസ്ത്രം ലഭിക്കാതെ വന്നു. ഒരു കഫൻ പുടവയിൽ പൊതിയാനുള്ള വസ്ത്രം സഹാബിമാരിൽ പലർക്കും ഇല്ലാതെ വന്നു. ചിലരെ മറക്കാൻ പറ്റുന്നിടത്തോളം വസ്ത്രം മറച്ചിട്ട് ബാക്കി ഭാഗം ഇദ്ദഖർ എന്ന് പറയുന്ന ഒരു തരം പുല്ലെടുത്തിട്ട് ശരീരത്തിൽ വെച്ച് കെട്ടിവെച്ചിട്ട് മറവ് ചെയ്യേണ്ടി വന്നു.
ഒരു ഹദീസിൽ വായിക്കുമ്പോൾ കാണുകയുണ്ടായി, കാന യജ്മഉ ബൈന റജുലൈനി മിൻ ഖത്ലാ ഉഹ്ദിൻ ഫീ തൗബിൻ വാഹിദിൻ. ചില ആളുകളെ രണ്ട് ശരീരങ്ങളെ ഒന്നിച്ചു വെച്ചിട്ട് ഒരൊറ്റ വസ്ത്രത്തിൽ പൊതിയേണ്ടി വന്നു. രണ്ടു ശുഹദാക്കന്മാരെ ഒരുമിച്ച് പൊതിയേണ്ടി വന്നു. സുമ്മ യഖൂൽ, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാം കഴിഞ്ഞിട്ട് അവരോട് ചോദിക്കുന്നുണ്ട്, അവരെ മയ്യത്തെടുക്കാൻ അവരുടെ ഖബറിലേക്ക് ഇറക്കി വെക്കാൻ നിൽക്കുമ്പോൾ, അയ്യുഹം അക്സറു അഖ്ദൻ ലിൽ ഖുർആൻ, ഇതിൽ ഈ മരിച്ച ശുഹദാക്കന്മാരിൽ നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം ഖുർആൻ അറിയുന്നവർ ആരാണെന്ന് സ്വഹാബത്തിനോട് ചോദിക്കണം. അവരെയാണ് ആദ്യം ഖബറിലേക്ക് ഇറക്കി വെക്കേണ്ടത്. ദീന് പഠിക്കാൻ, ഖുർആൻ പഠിക്കാൻ, ഇസ്ലാമിന്റെ വിജ്ഞാന ശേഖരങ്ങളെ സ്വീകരിക്കാൻ മടി കാണിക്കുന്നവരെ ഒരേ യുദ്ധത്തിൽ ഒരുപോലെ ഷഹീദായിട്ട് പോലും മറവ് ചെയ്യാൻ സമയത്തൊരു പ്രത്യേക പരിഗണനയും ചോദ്യവും, ഇക്കൂട്ടത്തിൽ ഏറ്റവും ഖുർആൻ അറിയുന്നവർ ആരൊക്കെയായിരുന്നു? അപ്പൊ സ്വഹാബത്ത് ഓരോരുത്തരുടെ പേര് പറഞ്ഞു, ഇന്നയാളാണ് ഇന്നയാളാണ്. അവരെ എടുത്താണ് ആദ്യം മറവ് ചെയ്യുന്നത്. ഇലാ അഹദിഹിമാ ഖദ്ദമഹു ഫിൽ ലഹ്ദി, എന്നിട്ട് അങ്ങനെ അറിയപ്പെട്ട ആളുകളെയാണ് ആദ്യം ലഹദിലേക്ക് ഇറക്കി വെച്ച് ഖബറടക്കം നിർത്തിയത്. സഹോദരങ്ങളെ, ഈ ചരിത്രം വിശദീകരിച്ചുകൊണ്ട് ഉലമാക്കന്മാർ പല വിശദീകരണങ്ങൾ നൽകുന്നുണ്ട്. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വിലയേറിയ നിമിഷങ്ങളാണ്, വളരെ പ്രാധാന്യത്തോടെ കാണേണ്ട നിമിഷമാണ് മരണവും മരണാനന്തര ജീവിതവും, ആ മയ്യത്തിന് കൊടുക്കുന്നതായ പരിഗണനയും അർഹതയും ഒക്കെ. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ കാലങ്ങൾക്ക് ശേഷം തന്റെ പ്രിയപ്പെട്ട മാതാവിന്റെ ഖബറിന്റെ അരികിലേക്ക് ചെല്ലാൻ അനുവാദം ചോദിച്ചു. എന്തിനാണ് തന്റെ ഉമ്മാന്റെ ഖബറിന്റെ അടുത്തേക്ക് പോകുന്നത്? ഉമ്മാക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തണം, ഉമ്മാക്ക് വേണ്ടി പാപമോചന പ്രാർത്ഥന നടത്തണം. ആലോചിക്കണം നമ്മൾ. ആ സമയത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ഞാൻ അള്ളാഹിനോട് അനുവാദം ചോദിച്ചു, അങ്ങനെ പോകട്ടെ, ഞാൻ അവർക്ക് വേണ്ടി, എന്റെ ഉമ്മാക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചോദിക്കട്ടെ. ഇസ്തഅ്ദൻതു റബ്ബീ അൻ അസ്തഗ്ഫിറ ലി ഉമ്മി, എന്റെ ഉമ്മാക്ക് വേണ്ടി ഞാൻ ഇസ്തിഗ്ഫാർ ചെയ്ത് പാപം പുറത്തു കൊടുക്കണേ എന്ന് പറയാൻ പറ്റുന്ന ഏറ്റവും വലിയ പ്രാർത്ഥനയുണ്ടല്ലോ, അത് ഞാൻ എന്റെ ഉമ്മാക്ക് വേണ്ടി പറയട്ടെ, ചോദിക്കട്ടെ എന്ന് ചോദിച്ചപ്പോ ഫലം യഅ്ദൻ ലീ, അല്ലാഹ് എനിക്ക് അനുവാദം തന്നില്ല. ഉമ്മല്ലാത്തോണ്ടല്ല, വിശ്വാസപരമായി ഈമാനികമായി അല്ലാഹുവിലുള്ള വിശ്വാസത്തിന്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ടാണ്. രണ്ടാമത്തെ ചോദ്യം നബി തങ്ങൾ ചോദിച്ചു, എന്നാൽ ഞാൻ എന്റെ ഉമ്മാന്റെ ഖബറൊന്ന് സന്ദർശിച്ചോട്ടെ. അപ്പോൾ എനിക്ക് അനുവാദം തന്നു, സിയാറത്ത് ചെയ്യാം. പക്ഷെ ആ ഉമ്മയുടെ ഖബറിൽ ഇസ്തിഗ്ഫാർ പറ്റൂല. എന്താണ് സുഹൃത്തുക്കൾ ഇതിന്ന് പഠിക്കേണ്ടത്? ജീവിച്ചിരിക്കുന്ന കാലത്ത് പഠിക്കേണ്ടത് ഓരോരുത്തരും പഠിക്കണം. തന്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കേണ്ടുന്ന ഇൽമുകൾ, വിജ്ഞാനങ്ങൾ ശേഖരിക്കണം. നമുക്ക് വേണ്ടുന്ന വ്യക്തിപരമായി നമ്മൾ ഓരോരുത്തരും പഠിക്കേണ്ട അറിവ് കണ്ടെത്താൻ ശ്രമിക്കണം. ബാക്കിയുള്ളവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കണം. മരിക്കുന്നതിന് മുമ്പ് സ്വന്തം മാതാപിതാക്കൾ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾക്ക് ഒരു ഇസ്തിഗ്ഫാർ നടത്താൻ പറ്റാവുന്ന യോഗ്യതയിലേക്ക് അവരെ നമ്മൾ മാറ്റാൻ ശ്രമിക്കണം. ഇതൊക്കെ നമ്മക്കുള്ള ഗുണപാടാണ് നബിതങ്ങളുടെ ചരിത്രം വെച്ചിട്ട്. കാരണം നബിതങ്ങളുടെ ചെറിയ പ്രായത്തിലാണ്, 6-ാം വയസ്സിലാണ് ഉമ്മയുടെ മരണം സംഭവിച്ചിരിക്കുന്നത്. സുഹൃത്തുക്കളെ, വിജ്ഞാനം തേടി പഠിക്കുന്നതിൽ ഇതിൽ നിന്നെല്ലാം നമുക്ക് ഗുണപാഠമുണ്ട്. അതോടൊപ്പം ഉലമാക്കന്മാർ ഇതുമെല്ലാം വിശദീകരിച്ച് പറയാണ്. സ്വഹാബിമാർ തന്റെ പ്രിയപ്പെട്ട അനുയായികൾ അബ്രബിനുൽ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം വിശദീകരിക്കുന്നിടത്ത് കാണാൻ സാധിക്കും, ഞാൻ അവിടുന്ന് മരിച്ചാൽ സുമ്മ ഖീമൂ ഹൗല ഖബരി, ഞാൻ മരിച്ചാൽ നിങ്ങൾ എന്റെ ഖബറിന്റെ ചാരത്ത് വരണം. വഖദ് റമാതുൻഹറു ജസൂറൻ വയുഖസമു ലഹ്മുഹാ, എന്നിട്ട് ഒരു ഒട്ടകത്തിനെ അറുത്ത് അതിന്റെ മാംസം വിതരണം ചെയ്യുന്നത് വരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, തസ്ബീഹ് ചൊല്ലണം. ഹദീസല്ല, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിഷ്യനായ മഹാനായ അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്കാണത്. എന്നാൽ നബി തങ്ങളും പറയുന്നുണ്ട്, ഇസ്തഗ്ഫിറൂ ലി അഖീകും, നിങ്ങൾ നിങ്ങളുടെ സഹോദരന് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തണം. മരണപ്പെട്ട പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, പാപമോചന പൊറുക്കലിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. വസ്അലൂ ലഹു തസ്ബീത്ത്, ഖബറിൽ കിടക്കുന്ന ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ തസ്ബീത്ത് ചോദിക്കണം. അവരെ മറവ് ചെയ്ത് കഴിഞ്ഞാൽ
ഖബറാളിയെ അല്ലെങ്കിൽ ഖബറിൽ കൊണ്ടുപോയി വെക്കുന്ന മയ്യത്തിന്റെ ഖബറിന്റെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞാൽ അദ്ദേഹത്തിന് തസ്ബീത്ത്, സ്ഥൈര്യം കിട്ടാൻ, ഖബറിന്റെ ചോദ്യങ്ങളിൽ നിന്ന് എളുപ്പം കിട്ടാൻ വേണ്ടി നിങ്ങൾ ചോദിക്കണം. ഫഇന്നഹുൽ ആന യുസ്അൽ, ഇപ്പോൾ ഖബറിൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു വിശ്വാസി ചെയ്യേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യമായി ഇമാം ബൈഹഖി അവിടുത്തെ ഇസ്ബാത്ത് അദാബുൽ ഖബർ എന്ന കിതാബിൽ രേഖപ്പെടുത്തുകയാണ്. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മുടെ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പലതും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്. ഇത് പറഞ്ഞും പഠിപ്പിച്ചു കൊടുക്കേണ്ടതാണ്. ഖബറിനകത്ത് അദാബുണ്ട്, അതൊന്ന് സ്ഥൈര്യം ലഭിക്കണമെങ്കിൽ ഇന്ന കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ ചെയ്യണമെന്ന് പഠിപ്പിക്കേണ്ടത് ജീവിതകാലത്താണ്. എന്നാൽ പല നാടുകളിലും പല ഖബറുകളെയും നമ്മൾ കാണുമ്പോൾ, ജനാസന്റെ കൂടെയൊക്കെ പോകുമ്പോ അവിടെ തസ്ബീത്ത് ചൊല്ലിക്കൊടുക്കുമ്പോൾ കാണാത്ത ചിലരുണ്ട്. തസ്ബീത്ത് ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ കാണാത്ത ചിലരുണ്ട്. ആ നാട്ടിലെ അറിയപ്പെടുന്ന ഖതീബുമാരും ഖാദിമാരെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നവർ, അവർ എല്ലാം കഴിഞ്ഞിട്ട് വരും ഖബറിന്റെ അടുത്തേക്ക്. അവർ വരുന്നത് തസ്ബീത്ത് ചൊല്ലിക്കൊടുക്കാനല്ല, മയ്യിത്തിന് തൽഖീൻ ചൊല്ലിക്കൊടുക്കാനാണ്. എന്താ തൽഖീൻ ചൊല്ലിക്കൊടുക്കുന്നത്? ഖബറിന്റെ എല്ലാ പണിയും കഴിഞ്ഞ് മൂടിക്കഴിഞ്ഞ് വെള്ളമൊക്കെ ഒഴിച്ച് മണ്ണൊക്കെ വൃത്തിയാക്കിയതിനു ശേഷം ആ മയ്യത്തിന്റെ തലക്ക് ഭാഗത്ത് വന്നിരുന്നിട്ട് ഖതീബിന്റെ ഉപദേശമുണ്ട് അറബിയിൽ. ഇതാ നിന്റെ അടുത്ത് ഇപ്പോൾ 2 മലക്കുകൾ വരും. ആ മലക്കുകൾ നിന്നോട് എണീപ്പിച്ചു നിർത്തും, നിന്നോട് ചോദ്യങ്ങൾ ചോദിക്കും. അറബിയിലാ പറഞ്ഞു കൊടുക്കുന്നത്. എന്നിട്ട് നിനക്ക് ഇങ്ങനെയൊക്കെയാണ് നീ ഉത്തരം പറയേണ്ടത് എന്ന് പഠിപ്പിച്ചു കൊടുക്കുക. തസ്ബീത്ത് എന്ന സുന്നത്തിന് മൂപ്പര് വരുന്നില്ല, വന്ന് ചൊല്ലിക്കൊടുക്കുന്നതാണെങ്കിൽ തൽഖീനാണ്, അതാണെങ്കിൽ ഇസ്ലാമിൽ ഇല്ല. ആ പറഞ്ഞു കൊടുക്കുന്നത് തന്നെയും അറബിയിലുമാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം സുഹൃത്തുക്കളെ. ഇവിടെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന മഹത്തരമായ ഒരു വല്ലാത്ത ആ ഹിക്മത്തിന്റെ പ്രമാണത്തെ ഉൾക്കൊള്ളാനുള്ള മനസ്സുണ്ടാവണം. അതുപോലെ തന്നെ സമൂഹത്തിൽ ഇതുമായി ബന്ധപ്പെട്ട പല നിലക്കുമുള്ള ചർച്ചകളിലൊക്കെ കാണാം. പലയിടങ്ങളിലും ഇന്ന് വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ് ആത്മഹത്യ ചെയ്ത മുസ്ലിം ജനാസകൾ. ചെറിയ കാരണം മുതൽ കുട്ടികൾ മുതൽ പ്രായമായവർ വരെ കുടുംബസമേതം ഒന്നടങ്കം ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്ന ദുഃഖകരമായ വേദനിക്കുന്ന ഒരുപാട് ജനാസകൾക്ക് സാക്ഷികളാകേണ്ടി വരും. അവിടെ ചെന്നാൽ പല ആളുകളും ഇങ്ങനെ വസവാസിലായി ഇങ്ങനെ തിരിഞ്ഞു കളിക്കുന്നുണ്ട്. എന്താണ് പ്രശ്നം? നിസ്കരിക്കാൻ പറ്റൂലേ? എന്താണ് സുഹൃത്തുക്കളെ സംശയിക്കാനുള്ളത്? ഉലമാക്കന്മാർ ചരിത്ര വിശദീകരണത്തിൽ ഹദീസിന്റെ പശ്ചാത്തലത്തിൽ പറഞ്ഞു, ഒരു മുസ്ലിമായ മനുഷ്യൻ ആത്മഹത്യ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി നമസ്കരിക്കണം. ഒരു നിബന്ധന, ആ നാട്ടിലെ അവിടുത്തെ പ്രധാനികളായ നേതാക്കന്മാർ, മതപണ്ഡിതന്മാർ, അതുപോലെ മതമേലധ്യക്ഷന്മാർ, അവർ അതിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് അതിനെ പ്രേരിപ്പിക്കാതെ, പ്രോത്സാഹിപ്പിക്കാതെ, അതിന്റെ ഭയം ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടി നേതാക്കന്മാര് മാറി നിൽക്കണം. എന്നാൽ ബാക്കിയുള്ളവരോ, അവരൊക്കെ ഒരു സാധാരണ മുസ്ലിമിന് വേണ്ടി നമസ്കരിക്കുന്നത് പോലെ ആ മയ്യത്തിന് വേണ്ടിയും നമസ്കരിക്കുക എന്ന കാര്യത്തിൽ തർക്കമില്ല. മഹാനായ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാർ, ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹിയുടെ ശേഷം വന്ന ഇബ്നു ജീരീനെ പോലെയുള്ള പണ്ഡിതന്മാർ കിതാബുകളിൽ അക്കാര്യങ്ങളൊക്കെ എഴുതി വെച്ചത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഈ ഇസ്ലാമാകുന്ന ഈ മതമെല്ലാം പഠിപ്പിച്ചു തരുമ്പോൾ പലപ്പോഴും മയ്യത്ത് നമസ്കാരവുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മുടെ നാട്ടിൽ പലപ്പോഴും അനുഭവിക്കുന്നതാണ്. ആ വീട്ടിലെ ബന്ധുക്കളുണ്ട്, ഭാര്യയുണ്ട്, പെങ്ങന്മാരുണ്ട്, അവിടുത്തെ പ്രിയപ്പെട്ട അദ്ദേഹത്തിന്റെ മക്കളുണ്ട്, പെൺകുട്ടികള്. പക്ഷെ നമസ്കരിക്കാൻ പറ്റൂല. അവർക്ക് കരയാൻ മാത്രമേ യോഗമുള്ളൂ. അവർക്ക് കരഞ്ഞും വിഷമിച്ചിരിക്കാൻ മാത്രമേ നമ്മുടെ മുസ്ലിം ഉമ്മത്തിൽ പലരും സമ്മതിക്കുള്ളൂ. നിസ്കരിക്കാൻ അവർക്ക് പറ്റൂല. അവർക്ക് മജ്ലിസുൻ നൂറിന് പോകാം, മഹ്ദറത്തുൽ ബദരിയെ പോകാം, ഉറൂസിന് പോകാം, ആണ്ടിന് പോകാം, ഒന്നൊരു പ്രശ്നമല്ല. സ്വന്തം പിതാവിന്റെ ജനാസക്കരികിൽ വന്ന് മയ്യിത്ത് നമസ്കരിക്കാൻ അവർക്ക് വിലക്കേർപ്പെടുത്തുന്നവരുണ്ട്. ഉലമാക്കന്മാരോട് ഈ ചോദ്യവുമായി വിശദീകരണമൊക്കെ ചോദിച്ച സമയത്ത് പറയുന്നത് പുരുഷന്മാർക്ക് മാത്രമുള്ളതാണോ? ഉലമാക്കന്മാര് പറയും, ആ സമൂഹത്തിലെ മുഴുവൻ ആളുകൾക്കും ബാധ്യതയാണ് മയ്യിത്ത് നമസ്കരിക്കൽ. ഒരു നാട്ടിലെ ആണും പെണ്ണുമായി ഒരാളും ഒരു മയ്യിത്തിന് വേണ്ടി നമസ്കരിച്ചില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാണ്, ആണുങ്ങൾ മാത്രമല്ല. എന്നാൽ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട സ്വഹാബത്ത് ഉമ്മു അത്തിയ റളിയല്ലാഹു അൻഹ പറയാണ്, സഹോദരിമാരുടെ നേതാവ് ഉമ്മു അത്തിയ ബീവി പറയാണ്, നുഹീനാ അൻ ഇത്തിബാഇൽ ജനായിസി, മയ്യിത്ത് സന്ദർശിക്കുക, മയ്യിത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, മയ്യിത്തിനെ കുളിപ്പിക്കേണ്ടതുണ്ടെങ്കിൽ കുളിപ്പിച്ചു കൊടുക്കുക, ഇതൊന്നും ഞങ്ങളോട് നിരോധിച്ചിട്ടില്ല. മയ്യിത്ത് നമസ്കാരം ഞങ്ങളോട് പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഞങ്ങളോട് പാടില്ല എന്ന് പറഞ്ഞത് ഇത്തിബാഇൽ ജനായിസി,
മയ്യിത്തിനെ അനുഗമിച്ചു പോകലാണ്. മയ്യിത്തിന്റെ പിന്നാലെ സാധാരണ പുരുഷന്മാര് പോണ പോലെ സ്ത്രീകൾ അനുഗമിക്കാൻ പാടില്ല എന്നാ ഞങ്ങളോട് പറഞ്ഞത്. വലം യുഅസം അലൈന, അതും കർശനമായി നിരോധിച്ചതല്ല, പാടില്ല എന്ന് പലവരും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ എവിടെയും ഒരു പരാമർശത്തിലും സ്ത്രീകളാരും മയ്യിത്ത് നമസ്കരിക്കാൻ പാടില്ല എന്നൊരു വാക്ക് കാണാൻ സാധ്യമല്ല. മഹദി നബി തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹാ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിന് വേണ്ടി മയ്യിത്ത് നമസ്കരിച്ച രംഗം പള്ളി ദർസിലെ കിതാബിനകത്തുണ്ട്. എത്ര വ്യക്തമാണ്. പക്ഷേ നമ്മുടെ മലയാളികൾക്ക് യോഗമില്ല. നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാർക്ക്, നമ്മുടെ സഹോദരിമാർക്ക് ഇതിന് വിസമ്മതം കാണിക്കുന്ന ആളുകൾ ദീനിനെ വല്ലാതെ മോശമാക്കി അത് ചെയ്യുന്നവരൊക്കെ ഒരു കുറ്റക്കാരാക്കി മാറ്റുന്ന രൂപത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു ജനാസയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് ഒരു മയ്യത്തിന്റെ വീട്ടിൽ അവിടെ സന്ദർശിക്കുന്നതിന് എന്തെങ്കിലും തടസ്സമുണ്ടോ? ഇല്ല. ചെയ്യാൻ പറ്റുമോ? വേണം. അത് ഇസ്ലാമിലെ സുന്നത്താണ്. മരണപ്പെട്ട കുടുംബങ്ങളെ സമാധാനിപ്പിക്കാൻ പോകുന്നതിന് തഅസിയത്ത് എന്നാണ് അറബിയിൽ പറയാ. അത് തിന്നാൻ പോക്കായി മാറരുത്. അത് അവിടുത്തെ ഭക്ഷണം കഴിക്കാനായി പോണ പരിപാടി. അവിടെ ഒരു ഭക്ഷണ പരിപാടി സമ്പ്രദായം അല്ല വേണ്ടത്. ആ കുടുംബത്തിനൊരു സമാധാന വാക്ക് പറയാൻ, അവരുടെ മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന്റെ ഒരു പ്രതീക്ഷ കൊടുക്കാൻ, ആശ്വാസം നൽകാനാണ് അവിടെ പോകാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് അവിടെ എത്തുന്ന മനുഷ്യർ, ആ 3 ദിവസങ്ങളിൽ അവിടെ പോകുന്നവർ ആ കുടുംബത്തിനും മയ്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഹദീസിൽ പറഞ്ഞു, ഇന്നലില്ലാഹി മാ അഖദ് വലഹു മാ അഅത വകുല്ലുൻ ഇൻദഹു ബിഅജലിൻ മുസമ്മാ ഫൽതസ്ബിർ വൽതഹ്തസിബ്. നിങ്ങൾ ക്ഷമിക്ക്, നിങ്ങൾ പ്രതിഫലം പ്രതീക്ഷിക്ക്. അല്ലാഹു തആല അവൻ സ്വീകരിച്ചതും നൽകിയതും എല്ലാം അവനുള്ളതാണ്, എല്ലാവർക്കും ഒരു അവധിയുണ്ട് എന്നൊക്കെ പറഞ്ഞ കുടുംബക്കാർക്ക് വേണ്ടിയും മയ്യത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുകയും അവർക്ക് ക്ഷമ പറഞ്ഞു കൊടുക്കുകയുമാണ്. ഏറ്റവും ചുരുങ്ങിയത് അഅ്ളമല്ലാഹു ലക്കൽ അജ്ർ അആനക അലസ് സബ്ർ എന്നെങ്കിലും പറഞ്ഞ് സമാധാനിപ്പിക്കണം. ഇത് മരണ വീടുകൾ ഇന്ന് പന്തലുകളിട്ട് ഭക്ഷണം കഴിക്കാനുള്ള ഒരു കല്യാണ സദസ്സ് പോലെ ആക്കി മാറ്റിയാണ് കുടുംബത്തിലെ ബന്ധുക്കൾ തന്നെ. എന്നിട്ട് ചില സ്ഥലങ്ങളിലൊക്കെ പോകുന്ന ആ സമയത്ത് കാണുന്ന വൈകുന്നേരമായി കഴിഞ്ഞാൽ അവിടെ പാട്ടാണ്. പാട്ട് എന്ന് പറഞ്ഞാൽ മാപ്പിളപ്പാട്ട് പാടിയിരിക്കാന്നല്ല, ഏതൊക്കെയോ ബുർദയും മറ്റേതൊക്കെയോ പദ്യഗദ്യങ്ങളും മാലകളും ഒക്കെ ഇരുന്ന് ചൊല്ലി പാടിക്കൊണ്ടിരിക്കുക. ഓർക്ക് നല്ല ഈണുള്ള പാട്ട്. അവിടെ ഒരു വിധവ ഇരിക്കുന്നു, പാവപ്പെട്ട യതീമായ കുട്ടികൾ ഇരിക്കുന്നു. ഇതൊന്നും ചിന്തിക്കാത്ത മനുഷ്യർ ഭക്ഷണം കഴിക്കുക, ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞ മയ്യത്തിന് കൂലി കിട്ടാൻ വേണ്ടി ഞങ്ങൾ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇത് നടപ്പിലാക്കുമ്പോൾ നമ്മൾ സ്വഹാബത്തിന്റെ ചരിത്രം വായിക്കണം. ജഅഫർ റളിയല്ലാഹു അൻഹു മരിച്ചപ്പോൾ നബി തങ്ങൾ അവിടെ അയൽവാസികളോട് പോയിട്ട് പറയാണ്, നിങ്ങൾ ആ വീട്ടുകാർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം. ഇതൊരു മര്യാദയാണ്. അവിടുന്ന് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് നാട്ടുകാർക്ക് വിതരണം ചെയ്യലല്ല ഇസ്ലാം പഠിക്കണവർ പറയാ. ഇസ്ലാമിനകത്ത് പഠിക്കുന്നവർക്ക് ഒരിക്കലും അതിനെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ല. 7-നൊരു പാർട്ടി, ഗംഭീര പാർട്ടി, കല്യാണക്കത്ത് പോലെ നോട്ടീസ് അടിച്ച് സകല വീട്ടിലും കൊടുത്തിട്ട് ക്ഷണിച്ചു കൊണ്ടുവരികയാണ്. നിങ്ങൾ ഞങ്ങളെ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ. ആര്? മരിച്ച മയ്യത്തിന്റെ ബന്ധുക്കള്. നിങ്ങൾ ഞങ്ങളെത്തേക്ക് ഭക്ഷണം കഴിക്കാൻ വരണം എന്ന് പറഞ്ഞിട്ട്. ഇതൊരു വിരോധാഭാസമാണ്. ശരിയാവണ്ണം ഇതിനെ അറിയാതെ പഠിക്കാതെ പോകരുത്. അതോടൊപ്പം നമ്മുടെ നാട്ടിൽ ഞാനത് സുപ്രധാനമായ ചില ഭാഗങ്ങൾ അങ്ങനെ പറഞ്ഞു പോയി എന്ന് മാത്രമേ ഉള്ളൂ. മയ്യത്തിന്റെ പ്രിയപ്പെട്ട ഇద్దയിരിക്കുന്ന സഹോദരിമാരെ കഷ്ടപ്പെടുത്തുന്ന ആൾക്കാരുണ്ട്. ഒരു ലൈറ്റ് കാണാൻ സമ്മതിക്കൂല, ചന്ദ്രനെ നേരിട്ട് നോക്കാൻ പാടില്ല, സൂര്യൻ നേരിട്ട് വധിക്കാൻ പാടില്ല, വീടിന്റെ ഉള്ളിലേക്ക് വെളിച്ചം വരാൻ പാടില്ല, ജനല് തുറന്നിടാൻ പാടില്ല, മുകളിലുള്ള ഹോളുകൾ, എയർ ഹോളുകൾ അടച്ചു ബന്ധാക്കണം. ഒരു ഇരുട്ടുമുറിക്കുള്ളിൽ തന്റെ പെണ്ണ് കിടക്കണമെന്ന് ആരാ നമ്മൾ പഠിപ്പിച്ചത്? ഇദ്ദ എന്ന് പറയുന്നത് ഒരാളെ പീഡിപ്പിക്കാൻ നിങ്ങൾ വിചാരിച്ച്? ഒരിക്കലും അതിനില്ല. ആ പെണ്ണിന് തന്റെ അടുക്കളയിൽ പ്രിയപ്പെട്ട മക്കൾക്ക് ഭക്ഷണം ഉണ്ടാക്കാം. വീട്ടിൽ വേറെ ആരും വൃത്തിയാക്കാനില്ലെങ്കിൽ വീട് വൃത്തിയാക്കാം. വിറക് വശത്തുനിന്ന് വിറക് കൊണ്ടുവരാനുണ്ടെങ്കിൽ വിറക് കൊണ്ടുവരിക. എമർജൻസി ആവശ്യമാണ്, ഒരു ഡോക്ടറെ അടുത്ത് പോകേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ അവർക്ക് ഡോക്ടറെ അടുത്ത് മര്യാദകൾ പാലിച്ച് ചില നിബന്ധനകൾ പാലിച്ച് അവർക്ക് പോകാം. സൗന്ദര്യം പ്രകടിപ്പിക്കാൻ പാടില്ല, ആഭരണങ്ങൾ ധരിക്കാൻ പാടില്ല, പരമാവധി മഹറമല്ലാത്ത പുരുഷന്മാരുമായി കൂടിക്കാഴ്ചകൾ ഇല്ലാതെ ഇരിക്കുക, സുർമ പൂശാതിരിക്കുക, ആഭരണങ്ങളും ചായങ്ങളും ഇല്ലാതിരിക്കുക, അന്യപുരുഷന്മാരുടെ മുമ്പിൽ മാക്സിമം പ്രകടനത്തിന് മുമ്പിലേക്ക് വരാതിരിക്കുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. എന്നാൽ നാട്ടിലെ അന്ധവിശ്വാസങ്ങൾ എത്രയാണെന്നറിയൂ. അവരെ ആർക്കും കാണാൻ പറ്റാത്ത രൂപത്തിലാക്കി, അല്ലെങ്കിൽ ആരും സ്വന്തം മക്കൾ ആൺകുട്ടികൾക്ക് പോലും ചിലയിടത്ത്
മക്കളാണെങ്കിലും ആൺകുട്ടികൾക്ക് പോലും റെസ്ട്രിക്ഷൻസ് വരുത്തുന്ന അവസ്ഥ. മഹറമായ ചില ആൾക്കാർ, കുടുംബക്കാരുണ്ടാകും, അവരോട് ചിലപ്പോൾ ഫോണിൽ സംസാരിക്കേണ്ടി വരും. ചില കാര്യങ്ങൾ ഒരു മറന്റെ പിറകിൽ നിന്നാണെങ്കിൽ അവർക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളിൽ സംസാരിക്കാം. ഈ നിബന്ധനകൾ പാലിച്ചുകൊണ്ടായിരിക്കണമെന്നർത്ഥം. അതുപോലെ തന്നെ ഉലമാക്കന്മാർ ഖബർ സിയാറത്തുമായി ബന്ധപ്പെട്ട് ആ മയ്യത്തിനെ ഖബറിലേക്ക് കൊണ്ടുപോയി ഇറക്കി വെച്ചാലും പിന്നീടും ആ സന്ദർഭത്തിലും എപ്പോഴാണെങ്കിലും അതിന്റെ ഒരു പൊതുമര്യാദയാണ്. അവിടെ കയറി ചൊല്ലുമ്പോൾ ഒരു സാധാരണ കാട്ടിലേക്ക്, സാധാരണ ഒരു തോട്ടത്തേക്ക് പോണ പോലെയല്ല. ഖബർസ്ഥാനിൽ ഒരുപാട് മനുഷ്യന്മാരുടെ ജനാസ കിടക്കുന്നുണ്ട്. അവിടെ കിടക്കുന്ന മുഴുവൻ ആളുകൾക്കും പ്രാർത്ഥന കൊണ്ടായിരിക്കണം അവിടെ പ്രവേശിക്കേണ്ടത്. അസ്സലാമു അലൈക്കും അഹ്ലദ്ദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ നസ്അലുല്ലാഹ ലനാ വ ലക്കുമുൽ ആഫിയ. പല ഹദീസ് റിപ്പോർട്ടുകളുണ്ട്. ഇമാം മുസ്ലിം കൊടുത്ത ഒരു ഹദീസിൽ ഇങ്ങനെ ഒരു കൃത്യമായ പ്രാർത്ഥനകളുണ്ട്. ആ പ്രാർത്ഥനകളോട് അവർക്ക് വേണ്ടി എല്ലാം പറഞ്ഞ് സലാം പറഞ്ഞാണ് നമ്മൾ അവിടേക്ക് പ്രവേശിക്കുന്നത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്ത് അടക്കമുള്ളവർ എത്രയോ ജനാസകളെയും കൊണ്ട് ഖബർസ്ഥാനിലേക്ക് കയറി ചെന്നിട്ടുണ്ട്. എത്രയോ സന്ദർഭങ്ങളിൽ അവർ ഖബർ സിയാറത്തിന് വേണ്ടി പോയിട്ടുണ്ട്. എന്നാൽ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ അവിടെയുള്ള ഏതെങ്കിലും ഒരു ജനാസയുടെ പേരിൽ ഏതെങ്കിലും ഒരു അധ്യായം അവിടെ വെച്ച് പ്രത്യേകം ഓതിയിട്ടുണ്ടോ? ഇത് ചിലയിടത്ത് ഖബറിന്റെ അടുത്ത് വലിയൊരു പായൊക്കെ കെട്ടിണ്ടാക്കിയിട്ട് ഖത്മുൽ ഖുർആനാണ്. 40 ദിവസം അണമുറിയാതെ ഇരുന്ന് ഓതിക്കൊണ്ടിരിക്കുകയാണ്. നബി തങ്ങളുടെ ചരിത്രത്തിൽ എവിടെയെങ്കിലും ഇത്തരത്തിൽ ഒരു ജനാസക്ക് വേണ്ടി ഖബറിങ്ങ പോയിരുന്ന് ഏതെങ്കിലും ഒരു സൂറത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേകമായ ഒരു ആയത്ത് അങ്ങനെ ചെയ്തതായി സമൂഹത്തിനിടയിൽ എവിടെയെങ്കിലും നമുക്ക് കാണാൻ ഒരു തെളിവുണ്ടെങ്കിൽ, പ്രതിഫലം പ്രതീക്ഷിച്ചു കൊണ്ട് ചെയ്യുമെങ്കിൽ അത് ആദ്യം നടപ്പിലാക്കുന്നത് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരിക്കും. ഒരു സംശയമില്ല. അത്രക്ക് വിശ്വാസികളോട്, അത്രക്ക് മനുഷ്യരോട് സ്നേഹമുള്ള നേതാവാണ്. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും, നിങ്ങളിൽ നിന്നൊരു റസൂൽ ഇതാ വന്നിരിക്കുന്നു. അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. വിശ്വാസികളോട് വല്ലാത്ത ദയവുള്ളവനാണ്, അങ്ങേയറ്റത്തെ കാരുണ്യമുള്ള നബിയാണ്, എല്ലാവർക്കും പ്രയാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ആഗ്രഹിച്ച നബിയാണ്. ആ പ്രവാചകൻ നടപ്പിലാക്കാത്ത അതിനേക്കാൾ വലിയ പുണ്യാണോ നമുക്ക് വേണ്ടത്? അതേ സമയത്ത് നബി തങ്ങൾ പറഞ്ഞു, മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. നബി പഠിപ്പിക്കാത്ത ഒരു കാര്യം മതത്തിന്റെ പേരിൽ ചെയ്തു കൂട്ടിയാൽ തള്ളണം, അത് സ്വീകരിക്കാൻ കഴിയില്ല. എന്നാൽ മയ്യത്തിന് വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിക്കണം, മയ്യത്തിന് വേണ്ടി ഇസ്തിഗ്ഫാർ ചോദിക്കണം. ഏത് സമയത്ത് ഖബർസ്ഥാനിൽ ചെന്നാലും അവർക്ക് വേണ്ടിയുള്ള ഗുണത്തിന് വേണ്ടി ദുആ ചെയ്ത ഒട്ടനേകം ഹദീസുകൾ നമ്മുടെ മുമ്പിൽ നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുന്ന് ഇത്തരത്തിൽ വിശദീകരിച്ചപ്പോൾ പറഞ്ഞ അവിടുത്തെ കിതാബുകളിൽ നമുക്ക് കാണാം. പള്ളി ദർസുകളിൽ വരെ ഓതി പഠിപ്പിക്കുന്ന ശറഹ് മുസ്ലിം എന്ന കിതാബിൽ ഇമാം നവവി പറയാണ്, ഫൽ മഷ്ഹൂർ മിൻ ഹാദ ഷാഫിഈ മദ്ഹബിലെ ഏറ്റവും പ്രഗൽഭമായ അഭിപ്രായമാണ് അന്നഹു ലാ യസിലു സവാബുഹാ ഇലൽ മയ്യിത്തി. നിങ്ങൾ മയ്യത്തിന്റെ അടുത്ത് വെച്ചോ, ഖബറിന്റെ അടുത്ത് വെച്ചോ, ആ മനുഷ്യന് കൂലി കിട്ടണം, ഖബർക്ക് ഇതിന്റെ കൂലി കിട്ടണം എന്ന് വിചാരിച്ചു ഓതിക്കൊണ്ടിരിക്കുന്ന സൂറത്തുകൾ, ആയത്തുകൾ, അതിന്റെ പ്രതിഫലം അവിടേക്ക് എത്തൂല. ഇത് പ്രാർത്ഥന പോലെയല്ല, ഇതിന് വേറെ നിയമമാണ് ബാധകം. എന്നിട്ട് അദ്ദേഹം പറയാണ്, ആ വദലീലു ഷാഫി, അത് എന്റെ അഭിപ്രായമല്ല, ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. ഖൗലുല്ലാഹി തആല, അല്ലാഹുവിന്റെ ഖുർആനിൽ ഒരു ആയത്ത് വെച്ചുകൊണ്ട്, വഅലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ. ഇത് കേരളത്തിൽ ഏതെങ്കിലും ഒരു ഓഫീസിന്റെ ഉള്ളിൽ നിന്നുണ്ടാക്കിയ പുസ്തകത്തിലല്ല. ഇമാം ഷാഫിഈ തങ്ങളുടെ ശിഷ്യനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, അതിന്റെ പ്രതിഫലം അവിടേക്ക് ഖബറിലേക്ക് എത്തില്ല. ഇമാം നവവി അൽ-അദ്കാറിന്റെ 140ാമത്തെ പേജിൽ ഒന്നുകൂടി തെളിച്ചു പറഞ്ഞു, ഫൽ മഷ്ഹൂറു മിൻ ഹാദ ഷാഫിഈ വ ജമാഅത്തുൻ, ഒരു സംഘം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, അന്നഹു ലാ യസിലു സവാബുഹാ, അത്തരത്തിൽ ഒരാൾ മരിച്ചതിന് ശേഷം ഇരുന്ന് കുറെ സൂറത്ത് ഓതി കൊടുത്താൽ അതിന്റെയൊക്കെ കൂലി മയ്യത്തിന് കിട്ടുമെന്ന് പറയാൻ ഒരു തെളിവും നമ്മുടെ കൈകളിലില്ല. എന്നാൽ ഇമാം നബവി അവിടുത്തെ അൽ-അദ്കാറിന്റെ 122ാമത്തെ പേജിൽ ഒരു ഹദീസ് പറഞ്ഞിട്ടുണ്ട്.
ഇഖ്റഊ യാസീൻ അലാ മൗതാകും, നിങ്ങളിൽ മരണമാസന്നമായവർക്ക് യാസീൻ ഓതിക്കൊടുക്കണമെന്നൊരു ഹദീസ് പലയിടങ്ങളിലും കണ്ടിട്ടുണ്ട്. ഫഇസ്നാദുഹു ളഈഫുൻ, ആ ഹദീസ് സ്വീകാര്യമായ ഹദീസുകളിൽ പെട്ടതല്ല, ദുർബലമായ ഹദീസാണ്. അതിൽ ഒരുപാട് കേടുകളുണ്ട്, അത് സ്വീകരിക്കാൻ കൊള്ളുന്നതല്ല. അതേപോലെ തന്നെ പള്ളി ദർസിൽ പഠിപ്പിക്കുന്ന മഹല്ലി പരിഭാഷയിൽ ആ ഹദീസ് വിശദീകരിച്ചു പറയാ, ആ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ മരിച്ചവരുടെ മുമ്പിൽ വെച്ച് ഓതാനുള്ളതുമല്ല, മരണം ആസന്നമായവർക്കാണ് പിന്നെയും അതിൽ തെളിവുള്ളത്. അവർ നല്ലത് കേട്ട് നല്ല രൂപത്തിൽ ഖുർആൻ കേട്ട് മരിക്കുമല്ലോ എന്ന ഒരു അടിസ്ഥാനമാണ് മഹല്ലി പരിഭാഷയിൽ പോലും കൊടുക്കുന്നത്. നമ്മൾ എന്താണ് ഇപ്പൊ ആലോചിച്ച് നോക്കിയേ, ആ ജനാസന്റെ മുമ്പിൽ ചെന്ന് അവിടെ ഇരുന്ന് ഒരുപാട് മണിക്കൂർ മയ്യത്തിനെ എത്രയും പെട്ടെന്ന് മറവ് ചെയ്യുന്നതിന് പകരമായി നീണ്ടു നിൽക്കുന്ന പാരായണങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. വരുന്നവരൊക്കെ അവരുടെ ഓരോരുത്തരുടെയും കഴിവ് തെളിയിക്കുന്ന രൂപത്തിൽ മൈക്ക കെട്ടി വലിയ ഖുർആൻ പാരായണ മജ്ലിസുകൾ നടക്കുകയാണ്. യാസീനാണ് കാര്യമായിട്ട് പാരായണം ചെയ്യുന്നത്. എന്തിനാണ്? അവസാനം ഇത് മയ്യത്തിന് കൂലി കിട്ടാനാ. അത് കഴിഞ്ഞ് പള്ളിക്കാട്ടിലേക്ക് ഖബർസ്ഥാനിലേക്ക് കൊണ്ടുപോയി അവിടെ എത്തി അവിടെ ഖബറിലേക്ക് ഇറക്കി വെക്കുന്നതിന് മുമ്പ് എല്ലാവരും നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ കുറെ ഖുൽ ഹുവല്ലാഹു അത് ഓതിക്കൊണ്ടിരിക്കണം. എന്തിനാ ആൾക്കാർ സൂറത്തുൽ ഇഖ്ലാസ് ഓതുന്നതിന് പ്രശ്നമുണ്ടോ? ഒരാൾ സൂറത്തുൽ ഇഖ്ലാസ് എത്ര ഓതിയാലും അയാൾക്ക് പുണ്യം തന്നെയാണ്. പക്ഷെ എന്തിനാണ് അവിടെ ഓതുന്നത്? ഇതൊക്കെ അത്രയും നേരം നമ്മൾ ഓതിയതൊക്കെ മയ്യത്തിന് കൂലി കിട്ടാനാണ്. അത് കഴിഞ്ഞ് ഖബറിലേക്ക് ഇറക്കി വെക്കാൻ സമയത്ത് സൂറത്തുൽ മുൽക്ക് ഓതിക്കൊണ്ടിരിക്കുക. സൂറത്തുൽ മുൽക്ക് ജീവിതകാലത്ത് നമ്മൾ ഓതി പഠിക്കേണ്ട സൂറത്താണ്. നമ്മൾ മരിച്ചിട്ട് നാട്ടുകാർ ഓതിയിട്ട് കിട്ടൂല. നമ്മൾ ജീവിതകാലത്ത് നിത്യം ഓതേണ്ട സൂറത്താണ് സൂറത്തുൽ മുൽക്ക്. അപ്പൊ ഇത്തരത്തിൽ നമ്മൾ ഖുർആനിനെയോ സൂറത്തുകളെയോ എതിർക്കുകയല്ല, അതിന് പ്രവാചകന്റെ അധ്യാപനങ്ങളോട് യോജിക്കേണ്ടതുണ്ട് എന്ന് മാത്രമാണ് ആ വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ളത്. അതോടൊപ്പം തന്നെ പലപ്പോഴും പല വീടുകളിൽ മരണവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിൽ പാടില്ലാത്ത പല സംഭവങ്ങൾ വീടുകളിൽ നടക്കാൻ സാധ്യതയുള്ള വിശദീകരണങ്ങൾ, ലൈസ മിന്നാ മൻ ലതമൽ ഹുദൂദ, ലൈസ മിന്നാ നമ്മുടെ കൂട്ടത്തിൽ പെട്ടവരല്ല, മല്ലതമൽ ഹുദൂദ് മാറത്തടിച്ച് കരയുന്നവർ. തന്റെ പ്രിയപ്പെട്ട ആളേക്കും മരിച്ചിട്ടുണ്ടാവുക, പക്ഷെ ആ കരച്ചിലിന് പോലും ഒരു അച്ചടക്കമുണ്ടാകണം. വസ്ത്രങ്ങൾ പിച്ചി ചീന്തുന്നവർ നമ്മുടെ കൂട്ടത്ത് പെട്ടവരല്ല. മാറത്തടിഞ്ഞ് കരയാ, വസ്ത്രം വലിച്ചു കീറുക, തല പിടിച്ചു വലിക്കുക. ജാഹിലിയ്യത്തിൽ കാണിക്കുന്നത് പോലെയുള്ള സമ്പ്രദായം ചെയ്യുന്നവര് നമ്മുടെ കൂട്ടത്തിലല്ല. ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ ശപിച്ചിട്ടുണ്ട്. അന്നായിഹത വൽ മുസ്തമിഅത, വിലപിച്ചുകൊണ്ട് കരയുന്ന സ്ത്രീകളെയും അത് കേട്ടുകൊടുക്കാനിരിക്കുന്ന സ്ത്രീകളെയും ശപിച്ചിട്ടുണ്ട്. ജാഹിലിയ കാലത്ത് ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ഒരാൾ മരിക്കണതിന്റെ മുമ്പ് പറയുമായിരുന്നു, ഞാൻ മരിച്ചാല് ഒരു 50 ആളെ വിളിച്ചു കൊണ്ടുവന്നിട്ട് എന്റെ മയ്യത്തിന്റെ അടുത്തിരുന്ന് എല്ലാവരും കരയണം. എന്റെ മയ്യത്തിന്റെ അടുത്ത് കരയാൻ വേണ്ടി കുറച്ച് ആൾക്കാരെ കൊടുന്ന് കരയിപ്പിക്കണം എന്ന് ജാഹിലിയ കാലത്തുണ്ടായിരുന്നു. നിബിതങ്ങൾ പറഞ്ഞു അത് പാടില്ല, അത് വിലക്കിയിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ പരമാവധി ഉപേക്ഷിക്കണമെന്ന പ്രയോഗമുണ്ട്. എന്നാൽ ഒരു മനുഷ്യൻ ആ പ്രിയപ്പെട്ട മയ്യത്തിന്റെ പേരിൽ കണ്ണീർ പൊഴിച്ചു, അയാൾ സങ്കടമരുളി, അയാളുടെ ചില കരച്ചിലുകളൊക്കെ വന്നു. എന്നാൽ ഈ നിബന്ധനകളൊക്കെ പതിച്ചു, പ്രശ്നമില്ല. ഇന്നൽ ഐന തദ്മഅ, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ പ്രിയപ്പെട്ട പുന്നാര മകനായിരുന്ന ഇബ്രാഹീമിന്റെ മരണം കഴിഞ്ഞപ്പോ നബിതങ്ങൾ പറയുന്നുണ്ട്, ആ കരച്ചിൽ ഞാൻ കരഞ്ഞിട്ടുണ്ട്, ശരിയാണ്. ഇന്നൽ ഐന തദ്മഅ, സ്വാഭാവികമായി ഉണ്ടാകുന്ന കണ്ണിന്റെ കണ്ണുനീരാണത്. വൽ ഖൽബ യഹ്സൻ, സ്വാഭാവികമായും മനസ്സിന് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായതാണ്. വലാ നഖൂലു ഇല്ലാ മാ യർളാ റബ്ബുനാ, റബ്ബിന് ഇഷ്ടമില്ലാത്ത ഒരു വാക്കും നമ്മൾ അവിടെ പറയൂല. വ ഇന്നാ ബിഫിറാ ഇബ്രാഹിമേ, നിന്റെ മരണത്തിൽ ഞങ്ങൾ ഏറെ വിഷമത്തിലാണ്, സങ്കടത്തിലാണ്. അതൊക്കെ ശരിയാണ്. എന്നാൽ അലമുറയിട്ട് കരയില്ല, നെഞ്ചത്തടിച്ച് കരയില്ല. ജാഹിലിയത്തിന്റെ ദുരാചാരങ്ങൾ ഒരിക്കലും വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് പ്രിയപ്പെട്ടവരെ ഈ വിഷയങ്ങളെല്ലാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്റെ പ്രിയപ്പെട്ട ബന്ധുവിന്റെ മരണത്തിൽ തനിക്ക് ക്ഷമ ലഭിക്കാനും
തനിക്ക് അതിൽ നിയന്ത്രണം പാലിക്കുവാനും തനിക്കും തന്റെ കുടുംബത്തിനും മനസ്സമാധാനം കിട്ടുവാനും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടാൻ. കാരണം പ്രയാസപ്പെടുന്നവന്റെ പ്രാർത്ഥനയ്ക്ക് പ്രത്യേക ഇജാബത്തുണ്ട് എന്നൊക്കെ മനസ്സിലാക്കിയിട്ടാണ് പ്രവർത്തിക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ പ്രിയപ്പെട്ടവരിൽ പലരും മരണപ്പെട്ടു പോയിട്ടുള്ളവർക്കെല്ലാം മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. ഒരുപാട് കുടുംബങ്ങൾ ഒരാളുടെ മരണത്തിന്റെ പേരിൽ കുടുംബത്തിലേറെ വിഷമങ്ങളോടെ ജീവിച്ചു കൊണ്ടിരിക്കുന്നവരുടെ കുടുംബങ്ങൾക്കൊക്കെ അള്ളാഹു ക്ഷമയും പ്രതിഫലവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أيها الإخوة والأخوات أوصيكم وإياي ثانيا بتقوى الله. ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങളെല്ലാം പാലിച്ച് ജീവിതത്തെ ക്രമീകരിക്കണം എന്ന് എന്നെ മറക്കാതെ ഗൗരവത്തോടെ നിങ്ങളെയും വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ എല്ലാം സഹായിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, വിശുദ്ധമായ ഹജ്ജിന്റെ കർമ്മങ്ങൾ പൂർത്തിയാക്കി പലരും നാട്ടിലെത്തി. അവരുടെ കുടുംബങ്ങളിൽ സന്തോഷപൂർവ്വം എത്താൻ കഴിഞ്ഞു. കഴിഞ്ഞ കാല ഹജ്ജുകളിൽ നിന്ന് വ്യത്യസ്തമായി വലിയ പ്രയാസകരമായ അവസ്ഥകളിൽ നിന്നെല്ലാം ആശ്വാസത്തോടെ അവരൊക്കെ തിരിച്ചെത്തിയിരുന്ന അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇനി വരാനിരിക്കുന്ന ഹജ്ജ് കർമ്മത്തിന്റെ ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടതും ആലോചിക്കേണ്ടതും ഒരുപാട് നേരത്തെയാണ്. ഹജ്ജിന് വേണ്ടി അപേക്ഷ കൊടുക്കേണ്ടതിന്റെ ഗവൺമെന്റ് കോട്ടയിൽ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർക്കുള്ള ലാസ്റ്റ് ഡേറ്റ് ഈ ജൂലൈ 20 നമ്മൾ അവസാന സമയത്ത് പിന്നെ പ്രൈവറ്റിന് മുമ്പിൽ ഓടിയിട്ട് ലക്ഷങ്ങൾ കൊണ്ടുപോയി കൊടുത്തിട്ട് പിന്നെ സങ്കടം പറയുന്നതിൽ അർത്ഥമില്ല. നമുക്ക് ലഭിക്കുന്ന സർക്കാർ നൽകുന്ന ഒരു ആനുകൂല്യമാണ്. അതുകൊണ്ട് ആ അപേക്ഷ നൽകാൻ നമ്മൾ ശ്രമിക്കണം. അത് എപ്പോ ശ്രമിക്കണം? ജൂലൈ 20 ആര് മുഖാന്തിരം കൊടുക്കണം? പലരും കഴിഞ്ഞ വർഷങ്ങളിൽ പല വർഷങ്ങളിലും പരിചയമില്ലാത്ത, ശരിക്കാ വിഷയത്തിൽ വൈദഗ്ധ്യമില്ലാത്തവരുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്ത് ചെറിയ പൈസക്ക് ലാഭം കിട്ടാൻ വേണ്ടി പോകും. എന്നിട്ട് അതിൽ വരുന്ന മിസ്റ്റേക്കുകൾ അയാളുടെ ആ യാത്ര കഴിയോളം അയാൾ ബാധിക്കും. അയാളുടെ ഭാര്യ അസീസിയയിലും ഇയാൾ ജിദ്ദയിലൊക്കെ പോയി കിടക്കേണ്ടി വരും. അപ്പൊ പരമാവധി അറിയുന്ന നല്ല ട്രെയിനിങ് ഉള്ള ഹജ്ജ് ട്രെയിനേഴ്സിന്റെയും ഹെൽപ്പ് ഡെസ്കിന്റെയും സഹായത്തോടെ അത് പൂരിപ്പിക്കാൻ വേണ്ടി ഇപ്പൊ നമ്മൾ ശ്രമിക്കണം. പരിചയമുള്ളവരോടൊക്കെ അത് പറയണം. ഹെൽപ്പ് ഡെസ്കുകൾ മഹല്ലുകളിലൊക്കെ പറ്റാവുന്ന ആളുകളൊക്കെ അതിന് ഒരുങ്ങേണ്ടതുണ്ട്. ഹജ്ജ് എന്ന് പറയുന്ന കാര്യത്തിന്റെ ഗൗരവത്തെയാണ് ഞാൻ ഇത്രയും നേരത്തെ സൂചിപ്പിക്കുന്നത്. വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീല. കഴിവുള്ളവരൊക്കെ ഹജ്ജിന് പോകണം. അതിന് പ്രായത്തിന്റെ നിബന്ധന നമ്മൾ ഉണ്ടാക്കിയതാണ്. പ്രായം അതിനൊരു പ്രശ്നമായി പറയുകയാണ്. എപ്പോഴാണോ നമ്മുടെ അടുത്ത് അതിന് സമ്പത്ത് റെഡി, ആരോഗ്യം റെഡി, അന്ന് അയാൾ യോഗ്യനാണ്. ഒരാൾ മരിച്ചു, അയാൾ ഹജ്ജിനുള്ള എല്ലാ യോഗ്യതയുമുള്ള ഒരാൾ മരിച്ചാൽ അയാളുടെ ബന്ധുക്കൾ പോയി കടം വീട്ടണം. അയാൾക്ക് പറ്റിയില്ലെങ്കിൽ അയാളെ ബന്ധുക്കൾ പോയി ഹജ്ജ് പോയി വീട്ടി വരണം. ഉത്തരവാദിത്തം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാം കാര്യങ്ങൾ പറഞ്ഞപ്പോ ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ, 5 കാര്യങ്ങൾ കൊണ്ട് ഇസ്ലാം നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. 5 സ്തംഭങ്ങളുണ്ട്. ഷഹാദത്ത് കലിമയുണ്ട്, നമസ്കാരം, സക്കാത്ത്, നോമ്പൊക്കെ പറഞ്ഞല്ലോ. ഹജ്ജിനെ പറ്റി പറഞ്ഞു. ഹജ്ജ് ഇസ്ലാമിന്റെ പ്രധാനപ്പെട്ട കർമ്മമാണ്, തൂണാണ്. അത് ഒഴിവാക്കാൻ പറ്റൂല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സ്വഹാബത്തിനെ, അനുയായികളെ അഭിസംബോധന ചെയ്ത് പറയുന്നുണ്ട്, അയ്യുഹന്നാസ്, മനുഷ്യരെ, ഖദ് ഫറളല്ലാഹു അലൈക്കുമുൽ ഹജ്ജ, നിങ്ങൾക്ക് ഹജ്ജ് ഫറളാണ്. ഫഹജ്ജു, നിങ്ങൾ ഹജ്ജ് കൃത്യമായി ചെയ്യണം, നിർവഹിക്കണം. അതുകൊണ്ട് കഴിവുള്ള യോഗ്യരായ അതിന് പറ്റുന്നത് അവനവൻ അറിയാം. തനിക്ക് എത്ര ഡെപ്പോസിറ്റ് ഉണ്ട്, തനിക്ക് എന്ത് തടസ്സമാണ് പറയാനുള്ളത് എന്ന്. അതോടൊപ്പം തന്റെ പ്രിയപ്പെട്ട ഭാര്യ, തന്റെ പ്രിയപ്പെട്ട ഉമ്മ, തന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, അവർക്കൊരു മെഹ്റമിന്റെ കൂടെ പോകലാണ് ഏറ്റവും സേഫായ മാർഗം. അതുകൊണ്ട് അങ്ങനെ കൊണ്ടുപോകാൻ കഴിയാവുന്ന വഴികളുള്ളവരെല്ലാം ആ മാർഗം കൂടെ ആലോചിക്കണമെന്ന് കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഏറ്റവും നല്ല രൂപത്തിൽ അതിനെ പരിഗണിക്കുന്ന, അതെന്റെ ബാധ്യതയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കാൻ നമുക്കെല്ലാം
എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, സഹോദരങ്ങളെ, നമ്മുടെ പല പ്രദേശങ്ങളിലും പള്ളിയില്ലാത്ത, മദ്രസകളില്ലാത്ത സ്ഥലങ്ങളുണ്ട് എന്ന് അറിയുമ്പോൾ, ആലോചിക്കുമ്പോൾ നമുക്ക് എത്ര അള്ളാഹുവിനോട് ശുക്ർ കാണിക്കണമെന്ന് ചിന്തിച്ചു നോക്ക് നിങ്ങൾ. നമ്മളൊരു വലിയ ടൗണിന്റെ ഒരു മധ്യഭാഗത്ത് അള്ളാഹുവിന്റെ വലിയ തൗഫീഖ് കൊണ്ട് വർഷങ്ങളായി പല പ്രവർത്തനങ്ങളും, മദ്രസയും സക്കാത്തുസല്ലും സംവിധാനങ്ങളും എല്ലാം ഉണ്ടെങ്കിൽ, കഴിഞ്ഞ 13 കൊല്ലക്കാലമായി ഒരു സംഘം ആളുകൾ പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ചങ്ങലേരി എന്ന് അറിയപ്പെടുന്ന ചരിത്ര സ്ഥലം എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ചങ്ങലേരിയുടെ മണ്ണിൽ അവർക്കൊരു സ്ഥാപനമില്ലാഞ്ഞിട്ടും അവർ എല്ലാ പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിരിക്കും. ഒരു മദ്രസയിലേക്ക് പോകാൻ 6 കിലോമീറ്ററുകളോളം ആളുകളെ ഓട്ടോ വിളിച്ചൊക്കെ കൊണ്ടുപോകുന്ന സാഹചര്യമാണ്. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് അവിടെ ഒരു 17 സെന്റ് ഭൂമി ആ നാട്ടിലെ ആളുകൾ മേടിച്ച് അതിന് നല്ലൊരു സംഖ്യയും അവർ തന്നെ കൊടുത്ത് ഏകദേശം അതിന്റെ പണികൾ അത് ആരംഭിക്കാൻ ഇനിയും നമുക്കൊരു 12 ലക്ഷം രൂപ അതിന്റെ ഏകദേശം വർക്കുകൾ തുടങ്ങാൻ നമുക്ക് ആവശ്യമുണ്ട് എന്നറിഞ്ഞ് ആ നാട്ടുകാർ ഇവിടെ വന്നിട്ടുണ്ട്. അവർ ഒരു സാധാരണ ഒരു പള്ളി ഉണ്ടാക്കണമെന്ന് വിചാരിച്ചു വന്നവരല്ല. ഒരു പള്ളിയും മദ്രസയും ഖുർആൻ പഠന ക്ലാസും സിയാറിയും മയ്യിത്ത് സംസ്കരിക്കാൻ പറ്റുന്ന, കുളിപ്പിക്കാൻ പറ്റാവുന്ന ഒരു സംവിധാനം, ഒരു വലിയ പ്ലാനുമായാണ് അവരുടെ മനസ്സിൽ അവർ വരുന്നത്. അതുകൊണ്ട് നമ്മൾ എല്ലാവരും ഇന്നത്തെ ഒരു ദിവസത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു നല്ല സംഖ്യ, ഒരു നല്ല സഹായം കൊടുത്ത് അള്ളാഹുവിന്റെ പള്ളി ലോകത്തിന്റെ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്ന ഒരു ഭവനത്തിൽ എന്റെ ഒരു 50 രൂപ, എന്റെ ഒരു 500 രൂപ കിടക്കുന്നുവെങ്കിൽ അതിനെത്ര വലിയ പ്രതിഫലമുണ്ടെന്ന ബോധ്യത്തോടെ തന്നെ നമ്മൾ ആ സഹായത്തിന് വേണ്ടിയിട്ട് അർഹിക്കുന്നവരുടെ കരങ്ങളിലേക്ക് ഇൻഷാ അല്ലാഹ് ഇന്ന് നൽകാൻ ശ്രമിക്കുക. അള്ളാഹു ഇത്തരത്തിലുള്ള ഒട്ടനേകം വഴികൾ നമ്മുടെ മുമ്പിലൊക്കെ വരുമ്പോൾ എന്റെ മനസ്സുകൊണ്ട്, എന്റെ സമ്പത്ത് കൊണ്ട്, എന്റെ ശരീരം കൊണ്ട്, പ്രാർത്ഥന കൊണ്ട് അത്തരം സംവിധാനങ്ങൾക്ക് വേണ്ടി സഹായിക്കാനുള്ള ഒരു മനസ്സിന് വേണ്ടി നമ്മൾ തേടുക. പടച്ച റബ്ബ് ഇത്തരത്തിലുള്ള സദുദ്ദേശങ്ങളെല്ലാം വളരെ വേഗത്തിൽ പൂർത്തിയാക്കാൻ സഹായിക്കുമാറാകട്ടെ. ഒട്ടനേകം ആളുകൾ രോഗശയ്യയിൽ കിടക്കുന്നവരുണ്ട്, ക്യാൻസർ ബാധിച്ച് ചികിത്സ തേടിക്കൊണ്ടിരിക്കുന്നവരുണ്ട്, വേദനയോടെ ജീവിതത്തിന്റെ ദിവസങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്നവർ ദ്വാ കൊണ്ട് വസിയത്ത് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു എല്ലാവർക്കും വേഗത്തിൽ വേദനയില്ലാത്ത പൂർണ്ണമായ ശിഫയുള്ള ജീവിതം നൽകി അവരെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. പലരും നമ്മുടെ ഇടയിൽ നിന്ന് വിട പറഞ്ഞു പോയി. അള്ളാഹുവേ, നീ അവർക്കെല്ലാം മഗ്ഫിറത്തും റഹ്മത്തും നൽകണമേ. അള്ളാഹുവേ, ഞങ്ങൾ ശരീരം കൊണ്ട്, മനസ്സുകൊണ്ട്, സമ്പത്ത് കൊണ്ട് വേദനിക്കുന്ന ഒരുപാട് പേരുണ്ട് റബ്ബേ. അവർക്കെല്ലാം നീ ആശ്വാസം നൽകണമേ റഹ്മാനെ. അള്ളാഹു ഞങ്ങളുടെ മക്കളെ, ഇണകളെ, കുടുംബത്തെ കൺകുളിർമയുള്ളവരാക്കി നീ സ്വാലിഹീങ്ങളാക്കി അനുഗ്രഹിക്കണമേ. അള്ളാഹുവേ, ഞങ്ങളെ എല്ലാവിധ മുസീബത്തുകളിൽ നിന്ന്, പകർച്ചവ്യാധികളിൽ നിന്ന്, രോഗക്കിട പ്രയാസങ്ങളിൽ നിന്നെല്ലാം ഞങ്ങൾക്ക് നീ മോചനം നൽകണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പുറത്ത് സ്വർഗത്തിന്റെ അഹ്ലുകാരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات توفنا مسلمين والحقنا بالصالحين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على نبينا محمد والحمد لله رب العالمين.